എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം മലയാളത്തിൽ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നാഷണൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ ഇംഗ്ലീഷിലും ഒരു 2-3 വാക്ക് പറയും. ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നലെ മിഞ്ഞാന്തെ പാർലമെന്റ് ഡിബേറ്റും ബിൽ പാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് മുനമ്പത്ത് ജനങ്ങളെ അഭിനന്ദിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് അവർക്ക് വേണ്ടി അവരുടെ എത്രയോ കൊല്ലമായ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബില്ല് ഇന്നലെ ലോ ആയിട്ട് വഖഫ് അമെൻഡ്മെന്റ് ബിൽ ആയിട്ട് പാർലമെന്റ് പാസ് ചെയ്യുന്നു. ഇത് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഇതിൽ പുതിയ ന്യൂസും ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഒരു 3-4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഇവന്റ് കേരള രാഷ്ട്രത്തിലെ ചരിത്രത്തിൽ, ഇന്ത്യ രാജ്യത്തെ ചരിത്രത്തിൽ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ. ഒരു ചെറിയൊരു ഗ്രാമം മുനമ്പം, കേരള നാടിന്റെ ഒരു മുനമ്പം, കേരളത്തിന്റെ ഒരു മുനമ്പം ഒരു ഗ്രാമം. ഇവിടെ ഇരിക്കുന്ന ഒരു പീസ്ഫുൾ ആയിരിക്കുന്ന സമരത്തിലിരിക്കുന്ന ജനങ്ങൾ അവരുടെ കൈ വിട്ട് അവരുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്ന മുനമ്പം ജനങ്ങളുടെ ഒരു സമരം, അതിന്റെ പവർ ആംപ്ലിഫൈ ചെയ്ത് ഡൽഹി വരെ എത്തി പാർലമെന്റ് ഒരു ലോ പാസ്സാക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിൽ ഏറ്റവും ഇന്ത്യൻ ഡെമോക്രാറ്റിക് ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ ഒരു ഭയങ്കരമായ ഒരു സിഗ്നിഫിക്കന്റ് ഇവന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഡെമോക്രസിയിൽ എല്ലാ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിന്റെ കടമ, ഡ്യൂട്ടി ആണ് ജനങ്ങളുടെ പ്രശ്നങ്ങളും ഭേദങ്ങളും പരിഹരിക്കാൻ. അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഈ ഇന്നലെ മിഞ്ഞാന്ന് നമ്മൾ കണ്ടത് ഡ്യൂട്ടിയെല്ലാം മറന്ന് ഡ്യൂട്ടിയെല്ലാം ഒരു സൈഡിൽ വിട്ട് ഒരു പ്രീണന രാഷ്ട്രീയത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആണ് ഇവിടുത്തെ എംപിമാര് അവരുടെ ഒരു പ്രയോറിറ്റി. അതൊരു ഡെമോക്രസിയിൽ നമ്മൾ കണ്ടതാണ് ഇന്നലെ മിഞ്ഞാന്ന്. എലക്ടഡ് റെപ്രസെന്റേറ്റീവ്, ഞാൻ പറയുന്നു, ഒരു പ്രാവശ്യം കൂടി പറയുന്നു, ഒരിക്കൽ കൂടി പറയുന്നു, ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവ് MLA ആണോ MP ആണോ, അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്വേർ ഓത്തെടുക്കുമ്പോൾ അതിന്റെ ഒരു പ്രൊഫൗണ്ട് മീനിങ് ഉണ്ട്, അതിന്റെ ഒരു ഗൗരവമായ മീനിങ് ഉണ്ട്. ആ മീനിങ് ആണ്, എന്നെ മേൽ വിശ്വസിച്ച ജനങ്ങളുടെ പ്രശ്നങ്ങളും വേദനകളും അവരുടെ സഫറിങ്സ് അതിനെ പരിഹരിക്കാനാണ് എന്നെ MLA ആക്കുന്നതും എന്നെ MP ആക്കുന്നതും. എന്നെ അവിടെ അയക്കുന്നത് അപ്പീസ്മെന്റ് രാഷ്ട്രം ചെയ്യാനല്ല, പീഡന രാഷ്ട്രം ചെയ്യാനല്ല. അത് ചില MPമാരും ചില MLAമാരും മറന്നു എന്ന് രണ്ടാമത്തെ പോയിന്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഈ ബില്ലില് ഞാൻ ഡിബേറ്റ് കേട്ടു, കണ്ടു, 4 മണി വരെ ഇന്നലെ കണ്ടു, മിഞ്ഞാന്ന് എല്ലാവരും, നമ്മുടെ ടീമിലെല്ലാവരും ഇങ്ങനെ ഒരു നാണം ഇല്ലാത്തൊരു നുണ പറഞ്ഞ് ഡിബേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടി ഇന്ത്യ അലയൻസിന്റെ MPs ഞാൻ ഇതുവരെ 18 കൊല്ലം പാർലമെന്റിൽ സേവ ചെയ്ത ഒരാളാണ് ഞാൻ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ്. അതെങ്ങനെ നമുക്കത് എക്സാമിൻ ചെയ്യണം. ഇവിടുത്തെ ഒരു വലിയ നേതാവ് പറഞ്ഞു ആർട്ടിക്കിൾ 25 ഇൻഫ്രിഞ്ച്മെന്റ് ആണ്. ആർട്ടിക്കിൾ 25 എന്താണ്? റൈറ്റ് ടു പ്രാക്ടീസ് റിലിജൻ.
ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാർ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുമ്പോൾ അവർക്ക് കുറച്ച് നാണമുണ്ടാവണം. ആർട്ടിക്കിൾ 25 റൈറ്റ് ടു പ്രാക്ടീസ് റിലിജൻ, അതിന് ആർക്കും തൊടാൻ പവറില്ല. ഓക്കെ, അത് വിട്ടു. പിന്നെ ആർട്ടിക്കിൾ 13 ഇങ്ങനെ നമ്പർ ഇങ്ങനെ എണ്ണി ഓരോന്ന് മനസ്സിലാക്കാണ്ടെങ്കിൽ പറയാം. ആർട്ടിക്കിൾ 13 എന്താണ് ആർട്ടിക്കിൾ 13? വായിച്ചിട്ടുണ്ടാവില്ല, ബട്ട് ഒരു നമ്പറാണ്. ആർട്ടിക്കിൾ 13, no law can be passed that can contravene the fundamental rights of an Indian citizen. ഇത് എന്താണ്? ഏത് ഫണ്ടമെന്റൽ റൈറ്റാ കോൺട്രവീൻ ചെയ്യുന്നു? അത് പിന്നെ അത് നടന്നില്ലെങ്കിൽ ആർട്ടിക്കിൾ 14, ഇറ്റ് ഇസ് ഡിസ്ക്രിമിനേഷൻ. അതെങ്ങനെ? ഇത് ഈ ബില്ല് ചെയ്യുന്നത് എന്താണ്? എല്ലാവർക്കും ഒരേ സമാനം റൈറ്റ്സ് കൊടുക്കുന്നു. ആർട്ടിക്കിൾ 300A ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി, അത് എല്ലാ ഇന്ത്യൻ സിറ്റിസൺസ് കൊടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഈ അമെന്റ്മെന്റ്. അപ്പോ മൂന്നാമത്തെ പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഇവരുടെ അടുത്ത് ഒരു ഡിബേറ്റ് ചെയ്യാൻ ഒരു മെറിറ്റും ഇല്ല, ഒരു ഫാക്റ്റും ഇല്ല. അതുകൊണ്ട് നുണ, അതിന്റെ മേലെ വേറെ നുണ, അതിന്റെ മേലെ വേറെ നുണ. നാലാമത്തത്, ഇറ്റ് ഈസ് ആന്റി വൺ റിലിജൻ. ഇതിങ്ങനെ ഓരോ പ്രാവശ്യം പറഞ്ഞ് അത് ഈ നുണനെ സത്യമാക്കാൻ ഇങ്ങനത്തെ ഒരു എഫേർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് എങ്ങനെയാണ് ഒരു ആന്റി മതം? ഞങ്ങളുടെ BJP സർക്കാർ, നരേന്ദ്രമോദിജി 2014 മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ഗവർണൻസ് ഐഡിയോളജിയാണോ ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജിയാണോ അദ്ദേഹം പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി. ഈ ബില്ല് ആന്റി ഒരു മതമല്ല, ആരുടെ അഗേൻസ്റ്റ് അല്ല. ഈ ബില്ല് കൊണ്ടുവരുന്നത് പാവപ്പെട്ട മുസ്ലിംസിന് ഈ വഖഫ് ബോർഡിന്റെ ഓപ്പറേഷൻസ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്ന ഒരു ബില്ലാണ്. ഇതാണ് സത്യം. ഞാൻ ചിലപ്പോൾ ട്വീറ്റ് ചെയ്യുമ്പോൾ പറയും, നോ ദ ഡിഫറൻസ്, നോ ദ ട്രൂത്ത്, എക്സ്പോസ് ദ ലൈസ്. ഈ 2 ദിവസം ഇവരെ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഈ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ CPM-ഉം കോൺഗ്രസ് MPs 2 ദിവസം പറഞ്ഞതെല്ലാം പച്ചക്കള്ളല്ലാതെ ഒരു മെറിറ്റ് കൊണ്ട് ഒരു ഒപ്പോസ് ചെയ്യാനോ ഒരു സജഷനോ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് പോയിന്റ്, ഇത് മുനമ്പത്തെ ജനങ്ങളുടെ പരിഹാരം ഇതിൽ ഉണ്ടാവില്ല, ഇതിൽ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല. ഞാൻ എഷോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ റൈറ്റ്സ്, റവന്യൂ അവകാശം കിട്ടും. ഈ ബില്ല് മതി. ഈ ബില്ലിൽ അതിന്റെ പവർ ഉണ്ട്. ആർട്ടിക്കിൾ 2A ഓഫ് ദ ബിൽ വിൽ എൻഷുർ മുനമ്പത്തെ എല്ലാ ജനങ്ങൾക്കും അവരുടെ റവന്യൂ അവകാശം വേഗം കിട്ടും. അതുവരെ BJP NDA അവരുടെ കൂടെ ഉണ്ടാവും. ഇവിടെ ആരെങ്കിലും രാഷ്ട്രീയം കളിച്ച് അത് ഡിലേ ചെയ്യാൻ നോക്കിയാൽ അത് ചെയ്യേണ്ടതാണ് എന്റെ ഒരു അഭ്യർത്ഥന. അവര് ജനങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഇത് ചെയ്ത മാതിരി, ഇതുവരെ ചെയ്ത മാതിരി, ഇതുവരെ നമ്മൾ അധ്വാനിച്ച മാതിരി അവരുടെ പ്രശ്നങ്ങളും വേദനകളും പരിഹരിക്കാൻ ഞങ്ങൾ ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. കുറച്ച് ഞാൻ ഇംഗ്ലീഷിൽ 2-3 സ്റ്റേറ്റ്മെന്റ് ഐ വിൽ സേ. I have, along with my very dedicated colleagues of the Bharatiya Janata Party and NDA Kerala, have come today to congratulate and felicitate the people of Munambam, the people of Munambam who have been on strike and asking for justice for several years. And I wish to make a few points, and I'll make it briefly. This is a historic event in the political history of India and political history of Kerala. A small hamlet, Munambam,
610 families who were being victimized by the misuse of the law by a Waqf board and were let down and betrayed by their MPs and their MLAs who they elected. Their voice reached Delhi, their voice reached Parliament, and the Parliament enacted a law to give them justice. This is a shining moment of Indian democracy where with absolute peaceful protest, a group of Indian citizens made the Parliament act to protect them and to give them justice. The second point I want to make, and I will rush to these points quickly, the debate yesterday and day before yesterday, which we all watched, the whole country watched, exposed the Indie Alliance MPs for what their politics really is. For us, being in politics, being an MP, being an MLA means a duty to serve the people, to solve their problems. It is how we see the duty of an MP. Instead of doing their duty for the last several years, the Indie Alliance MPs, including Congress and CPM MPs, have chosen a path of appeasement politics and sacrificed the interests of the poor people of Munambur. That has become obvious in the last 2 days in Parliament. And it is shameful and it is a shameless set of lies that I say it with all responsibility. It is a shameless set of lies by a shameless set of people that was used in the debate in Parliament. A Congress leader from Kerala argued that Article 25, one of the most important foundational articles of our secular democracy, the right to practice religion, is being infringed by this law. It's a pure, blatant lie. We all know Article 25 remains intact and untouched and unaffected by this bill. Then the same group, to push further lies, to inflame passions of a certain community, says Article 13 is being violated. Again a lie. Then they say Article 14, the right to be not discriminated, is being violated, when the absolute opposite is true. This bill makes the operation of the Waqf transparent, accountable to the poor Muslim community that it is supposed to serve, and most importantly, it ensures that everybody, including the people of Munambam or anywhere in the country, can exercise their right to property, which is a constitutional right, Article 300A, without fear of the Waqf's land grab. That is what this bill does. And instead of debating this, finding some faults, finding some improvements, they have chosen a path of lying and misleading one community. This same Indie MPs say this is anti-one religion, anti-one community. There is nothing in this bill that is anti any community. This was asked, answered by Home Minister Amit Shah ji, by our most hardworking Buddhist minister, minority minister Kiran Rijiju ji, and he said repeatedly, in our country, whether you are a micro minority or you are a major minority, every minority community, Indian citizen, enjoys the same rights. Sabka Saath, Sabka Vikas is not a slogan for us, it is the bedrock of our political ideology and political philosophy. So they have tried to lie, mislead, and if all this was not bad enough, today their leader of opposition in Kerala pops up, the same man who said, I will do this in 10 minutes, he said this before Lok Sabha election and disappeared, now says, no, the amended bill will not help the people of Munambur. To him I say, don't open your mouth before you read a document.
and don't read the document without somebody who's there to explain it to you. This bill will 100,000% give the rights of property to the people of Munambam and any other Malayali, any other citizen of Kerala that is threatened for his property or her property or her family's property or her family's property. Thank you, and I will take questions. ഈ മുൻകാല പ്രാബല്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത് ഈ ഇത്തരത്തിൽ ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ അതിന്റെ മുൻകാല പ്രാബല്യവുമായി ബന്ധപ്പെട്ട് കിരൺ റിജിജു തന്നെ ഇന്നലെ പറഞ്ഞത് അത്തരത്തിൽ ആ പ്രാബല്യത്തിനെ കുറിച്ച് ഇല്ല എന്നുള്ളതാണ്. ഐബിയുടെ ഉൾപ്പെടെ ആ കാര്യങ്ങൾ അന്ന് തന്നെ സർവീസ് ചൂണ്ടിക്കാണിക്കുന്ന സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഐബി അതല്ലേ പറയുള്ളൂ, ഇതുവരെ ഒന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ. റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു. ആർട്ടിക്കിൾ 2A വായിക്കൂ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എഴുതിയിട്ടുണ്ട് ആർട്ടിക്കിൾ 2A. ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു, ഈ മിസ്ഇൻഫർമേഷനും പ്രോപ്പഗാൻഡും ഈ ബില്ല് ഉണ്ടാക്കിയത് മുൻപ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഹോം മിനിസ്റ്റർ പറയുന്നു പാർലമെന്റില്, കിരൺ റിജിജു പറയുന്നു പാർലമെന്റില്. അവരാണോ വിശ്വസിക്കേണ്ടത്, ഇവരെയാണോ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാനപ്പോ ഹൈബീഡിനോ മറ്റവരെ പറ്റി ഒന്നും പറയാൻ പോകുന്നില്ല. ഇവരാണ് അവിടെ ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 14 പറ്റി സംസാരിക്കുന്നത്. അപ്പോ അവരിങ്ങനെ പറയും, അവരുടെ പണിയാണത്. നുണ പറഞ്ഞ്, ഒരു നാളില്ലാത്തൊരു നുണ പറഞ്ഞ് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ. ഞങ്ങൾ ഉറപ്പു വരുന്നു, ഇത് മുനമ്പന്ത ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾ കൊടുത്തു തരും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. ഞങ്ങൾ വാക്ക് പാലിച്ചു. ഞങ്ങൾ ഇവിടെ വന്ന് 2 മാസം മുമ്പേ 3 മാസം മുമ്പേ ഇങ്ങനെ മാധ്യമങ്ങൾ ചോദിച്ചു, ഓ ഇത് നടക്കുവോ, ഈ ബില്ല് പാസ്സാവുമോ? അന്ന് കൊടുത്ത വാഗ്ദാനമാണെന്ന് ഞങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ വാക്ക് പാലിച്ചു. അതുകൊണ്ട് ഹൈബിയുടെ ഇതിനെ പറ്റി ഒന്നും പറയാണ്ടിരിക്കുകയാണ് എന്റെ ഒരു അപ്രോപ്രിയേറ്റ് അഡ്വൈസ്. അത് പറയണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് പറയാ, അല്ലെങ്കിൽ വായിച്ച് പറയാ. പുള്ളിക്കാരന് അത് കേപ്പബിലിറ്റി ഉണ്ടല്ലോ, ചെയ്തോട്ടെ. പോണം. അവര് പോണം. അവർക്ക് സുപ്രീം കോർട്ടും പോണം. അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോണെങ്കിൽ അവിടെയും പോണം. സത്യം അവരുടെ പ്രോപ്പഗാൻഡോട് മാറില്ല. ഇത് സബ്കാ സാത്ത് സബ്കാ വികാസ് ഉള്ളൊരു നാടാണ്. ഇവിടെ എല്ലാവർക്കും റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ അവകാശമുണ്ട്. അവരുടെ പ്രീത രാഷ്ട്രീയമല്ല നമ്മുടെ നാടിന്റെ ഡയറക്ഷൻ തീരുമാനിക്കാൻ പോകുന്നത്. അത് എനിക്ക് സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് പറയാൻ ഒരു ആഗ്രഹമുണ്ട്. മുസ്ലിം ഇതിലെ കക്ഷികളെ ഉൾപ്പെടുത്താൻ പറയുന്നുണ്ടല്ലോ, അത് കോടതി കാണാൻ ചാൻസില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞിരുന്നു മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ. ഞാൻ ലോയറല്ല, ബട്ട് എനിക്ക് ഒരു ഭയങ്കര ഹൈലി ഡെവലപ്ഡ് കോമൺ സെൻസ് ഉണ്ട്. അത് ഇവർക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ചോദിച്ചു, അമിത്ഷാജിയും അതിന്റെ നല്ലൊരു ക്ലിയർ ആയിട്ട് സിമ്പിൾ മറുപടി പറഞ്ഞു. കിരൺ റിജിജുവും പറഞ്ഞു, റിച്വൽസിനെ കൺട്രോൾ ചെയ്യുന്ന ബോഡിയിൽ ആരും നോൺ മുസ്ലിം ആവില്ല. ഇത് പ്രോപ്പർട്ടി മാനേജ്മെന്റ് ബോഡിയാണ്. അതുകൊണ്ട് ഇതിന് രണ്ട് ഏരിയയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ലോയറല്ല, എനിക്ക് മനസ്സിലാവുമ്പോ ഇവർക്ക് എന്താ മനസ്സിലാവാത്തത്? എന്താ എഴുതി കൊടുക്കണം, അത് ഡയഗ്രാം കൊണ്ട് കൊടുക്കണം അവർക്ക്. ഡിസ്പ്യൂട്ട്സ് മാനേജ്മെന്റ് എന്തോ പ്രോപ്പർട്ടി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞതുപോലെ ഒരു ബോഡി ഉണ്ടെങ്കിൽ അവിടെ ആ മതത്തിലല്ലാത്ത ആളുകൾ വന്നിരുന്നെങ്കിൽ അതും നല്ലതാണെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അല്ല, ഇത് വരുന്നത് ഇതിലെ ട്രാൻസ്പെറൻസി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്, റൈറ്റ് ടു അപ്പീൽ ഉണ്ട്. എന്താണ് പ്രോബ്ലം? എന്താണ് ഇതിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇഷ്യൂ? ഇതുവരെ റൈറ്റ് ടു അപ്പീൽ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ റൈറ്റ് ടു അപ്പീൽ ഉണ്ട്. അതിലൊരു എഗ്രീവ്ഡ് പാർട്ടി വഖഫ് ബോർഡാണോ, അതിലൊരു വേറെ വഖഫിന് ലാൻഡ് കൊടുത്ത ഒരു ഫാമിലിയാണോ, ആളാണോ, അവർക്ക് പോയിട്ട് അപ്പീൽ ചെയ്യാം. കോർട്ട് പ്രോസസ് ഓഫ് ലോയിലും ആർക്കും വിശ്വാസമില്ലേ? എന്താ വേണ്ടത്? ഇതെല്ലാം പിന്നെ ഹൈബിയിലും വി ഡി സതീശന് എഴുതി തന്ന ഒരു ഫോർമുല ആവണോ? ഇതിന് ലോ ഉണ്ട്, ഒരു ലോ പാസ്സാക്കി, അതിൽ ട്രൈബ്യൂണൽ ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, റൈറ്റ് ടു അപ്പീൽ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇതെല്ലാം ഒരു പ്രോപ്പർ. ഇന്ന് എന്റെ ഒരു റിക്വസ്റ്റ്, ഞങ്ങള് BJP എന്ന് പറഞ്ഞ പാർട്ടി, NDA പാർട്ടി എന്ത് ഇഷ്യൂനെയും ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ബട്ട് അതിന് കുറച്ചൊരു ഫാക്റ്റ് ആയിട്ട് വരിക, ശരിക്കുള്ള ഫാക്ടിന്റെ ഗ്യാപ്പ് എന്തെങ്കിലും പറയാം. ഇങ്ങനെ ഓരോന്നും അവിടെ നിങ്ങളും ഓരോരോ മിസ്ഇൻഫർമേഷനും
ഇത് ഒരു മതത്തിന്റെ അഗെയിൻസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം. അതല്ല, എന്നാലും ഇവര് അങ്ങനെ പറയുന്നു. ഇപ്പൊ ഈ മുനമ്പത്തെ ആളുകളുടെ റവന്യൂ അവകാശം ഉറപ്പായി നൽകുന്നു എന്ന് പറയും. ഇനിയിപ്പോ ഇതിന്റെ ഒരു പ്രൊസീജിയർ ആണ് ബാക്കിയുള്ളത്. രാഷ്ട്രപതി ഒപ്പിട്ടൊരു വിജ്ഞാപനം, ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും. എന്റെ ഒരു സംശയം, അങ്ങനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് മുനമ്പത്തുകാരുടെ റവന്യൂ അവകാശം കിട്ടുമോ? അതല്ല അതിനപ്പുറത്തിന് മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ ഇത് ബാക്കിയുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇതിലൊരു ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു കിട്ടും, അങ്ങനെ ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ല, അല്ല അത് ഇവിടെ ഒരു BJP NDA മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഞാൻ അത് ഒരു നന്നായി ഡീറ്റെയിൽഡ് ഒരു എക്സാക്ട് സ്കെഡ്യൂൾ പറഞ്ഞിരുന്നു. ബട്ട് ഇവിടെ ഒരു ഭയങ്കര പെക്യൂലിയർ സിസ്റ്റം അല്ലേ. അപ്പോ ഇവിടെ എന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആശാ വർക്കേഴ്സിന് കൊടുക്കുന്ന കാശ് ഇവർക്ക് ടൈമിൽ കൊടുക്കാൻ പറ്റുന്നില്ല. പെൻഷൻ 4 മാസം 5 മാസം ഡിലേ ആയിട്ടാണ് കൊടുക്കുന്നത്. KSRTCക്ക് കാശ് കൊടുക്കാൻ കാശില്ല. അപ്പോൾ എനിക്ക് ഇവരെ പറ്റി ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, അവർ ഇതിന്റെ ഉള്ളിൽ നിന്ന് റെഗുലർ ചെയ്യാൻ നോക്കിയാലോ ഒരു ടെക്നിക്കാലിറ്റി നോക്കി അത് ഡിലേ ചെയ്യാൻ ഒരു പ്രയാസം നടത്തിയാൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല. ഞങ്ങളുടെ ഒരു ഓപ്പോസിഷൻ പാർട്ടിയല്ലേ, ഞാൻ ഗവൺമെന്റിലല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇതിന്റെ പ്രോസസ് എന്താ വെച്ചാൽ അത് നോട്ടിഫൈ ആവും. സ്റ്റേറ്റ് ഗവൺമെന്റ് വിൽ ദെൻ ടെൽ ഡിസ്ട്രിക്ട് കളക്ടർ. അത് പറയും, പ്രോസസ് പറയും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു സിംഗിൾ മീറ്റിംഗിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള സെക്ഷൻ 2A പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അതൊരു സൊസൈറ്റി ആയതുകൊണ്ട് ആ സൊസൈറ്റിക്ക് ഒരു പ്രത്യേക ഡെഡിക്കേഷനോടുകൂടി സിദ്ദിഖ് ഷേട്ട് കൊടുത്തിട്ടുള്ള ഈ ഭൂമി ഒരിക്കലും വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വഖഫ് ബോർഡ് ഇപ്പോൾ നടന്നിട്ടുള്ള ക്ലെയിം അസാധുവായി മാറുകയും ഈ വസ്തു ഇവരിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതിന് തീരുമാനമെടുക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഈ പറയുന്ന പോലെ വളരെ നിസ്സാരമായ സമയത്തിനുള്ളിൽ തന്നെ സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആ തീരുമാനം എടുക്കാൻ കഴിയും. ആ തീരുമാനം അവര് എടുത്തില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന്മേൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങും എന്നാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ സാങ്കേതിക കുറിച്ച് പറഞ്ഞതെന്നാണല്ലോ സ്വാഭാവികമായിട്ട് ഈ നിയമത്തിന്റെ പ്രസക്തി ഉണ്ടായി. അപ്പോൾ ഈ നിയമം ബില്ല് പാസ്സായതിനു ശേഷവും ഇനിയും ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കുരുക്കിടാനുള്ള ഒരു പ്രൊവിഷൻ ബാക്കിയുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? അല്ല, അവർക്കിപ്പോ പ്രൊവിഷൻ ഒരു കുരുക്കുമിടേണ്ട കാര്യം അവർക്കില്ല. നടത്താനാണെങ്കിൽ അവർ കുരുക്കിട്ടാൽ അതിന് നിയമപരമായി നമ്മൾ നേരിടും. അല്ല, അങ്ങനെ ഒരു കുരുക്ക് വന്നാലും ആ കുരുക്കിനൊരു നിയമം ലീഗലി വാലിഡിറ്റി ഉണ്ടാവുമെന്നാണ്. ഒരു സെൻട്രൽ ആക്ട് അല്ലേ ഇത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇവിടെ ജസ്റ്റിസ് ബെഞ്ച് കുര്യൻ തോമസിന്റെ ഉത്തരവില് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഉത്തരവ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആ കേസ് ഈ വഖഫ് സംരക്ഷണ സമിതിക്ക് അനുകൂലമായി ഇവിടെ സംസ്ഥാന സർക്കാർ നിയമിച്ച ഒരു കമ്മീഷൻ അസാധുവായിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ട് എന്തുകൊണ്ടാണ്? ആക്ടിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന ആക്ട് പ്രകാരം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ കോടതിക്ക് കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയപരമായും ഭാരതീയ ജനതാ പാർട്ടി അത് നേരിടുമെന്നാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചത്. പിന്നെ ഒരു ജനറൽ ഒരു പ്രൊസീജിയറൽ ഇഷ്യൂ, ഒരു നാഷണൽ ലോ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനെ വയലേറ്റ് ചെയ്താൽ എല്ലാവർക്കും അവകാശമുണ്ട് കോർട്ട് പോകാൻ. എന്നിട്ട് ഒരു ഡയറക്ഷൻ ഡയറക്ട് ദ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഇംപ്ലിമെന്റ്. ഇതൊരു ലോ ആണ്, ഒരു ഗൈഡ് ലൈനോ അതൊന്നുമല്ല. ഇത് പാർലമെന്റ് പാസ് ചെയ്ത ലോ ആണ്. അത് ഗസറ്റ് നോട്ടിഫൈ ചെയ്താൽ അത് ബൈൻഡിങ് ആണ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും, റിഗാർഡ്ലെസ് അവരുടെ ഐഡിയോളജി എന്താണെന്ന്. കേന്ദ്ര സർക്കാർ ഈ ബില്ലിലൂടെ ഈ മുനമ്പത്തുകാരെ കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് തള്ളിവിടുകയാണെന്ന് ആക്ഷേപം. ഇനിയും ലിറ്റിഗേഷനിലേക്ക് അവരെ വിടുകയാണെന്ന് അതൊരു അഭിപ്രായം. ഞാൻ എന്ത് പറയാനാ? അവരോട് ചോദിക്കണം. ഈ അഭിപ്രായം പറയുന്നവരോട് ചോദിക്കണം അതിന്റെ ബേസിസ് എന്താണ്. തുടക്ക സമയത്ത് മുൻപ് സമരവുമായിട്ട് BJPയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ സമരക്കാർ അകന്നു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് BJPയെ വരവേൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു രാഷ്ട്രീയമായിട്ട് BJPയുടെ ഒരു വിജയമായിട്ടാണോ പാർട്ടി കാണുന്നത്? ഞാൻ കാണുന്നത് ഇത് മുനമ്പം ജനങ്ങളുടെ വിജയമാണ്. ഇത് നമ്മുടെ ഡെമോക്രസി, ഫങ്ഷണൽ ഡെമോക്രസി ആണ്, അതിൻ്റെ ഒരു വിജയമാണ്. ഇവിടെ പ്രീണ രാഷ്ട്രീയം ചെയ്താലും ജനങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതിന്റെ ഒരു വിജയമാണ്. അപ്പോൾ ഞാൻ ആദ്യം വന്നത്, ഞങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ.
ഈ നരേന്ദ്രമോദിജിന്റെ ഗവൺമെന്റ് എത്രയോ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ 10-15 ഞങ്ങൾ ഈ പ്രോബ്ലം കണ്ട ഓടിപ്പോകുന്ന ആൾക്കാരല്ല. ജനങ്ങളുടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഇരുന്ന് അതിന്റെ ഒരു സമാധാനം, അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ഒരു DNA ഉണ്ട്. അത് ഇന്ന് ഇതാണ്, മറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കും. ഇന്നിപ്പോ വഖഫിനെതിരെ നാളെ ചർച്ചിനും എതിരെ വരുമെന്നൊരു വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനൊരു വർഗീയമായിട്ട് എന്തിനാണ് അവര് ഇങ്ങനെ ഈ ഡിസ്ക്രെഡിറ്റഡ് ഈ 2 പാർട്ടീസിന്റെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്? എന്റെ ഒരു ഒറ്റ റിക്വസ്റ്റ് ഉണ്ട്, ഞങ്ങൾ ചെയ്ത പെർഫോമൻസിനെ പറ്റി നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾ ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ, ഞങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടോ? ഇവരെന്തിനാണ് ഞങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്യുന്നത്? അവർക്ക് പണിയെടുക്കണ്ട, അവർക്ക് അധ്വാനിക്കണ്ട, അവരിങ്ങനെ വന്ന് വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്യില്ല. അതാണ് അവരുടെ രാഷ്ട്രീയം. എനിക്ക് ഒരു താല്പര്യമില്ല ഞങ്ങൾ ചെയ്യുന്ന പണിയും അവരുടെ കമ്പാരിസൺ ചെയ്യാൻ. അവര് ചെയ്തോട്ടെ, അത് അവർക്ക് അതിന്നൊരു ജയം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യും. അത് ജനങ്ങൾ എവിടെ ആണെങ്കിലും, അത് നാഗാലാൻഡ് ആണോ, ഗുജറാത്ത് ആണോ, കേരളം ആണോ, തമിഴ്നാടാണോ, എവിടെ ആണെങ്കിലും ഞങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റ് നരേന്ദ്രമോദിജി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ഉണ്ടാക്കാൻ ഒരു അധ്വാനം അവർ ചെയ്യും. അത് അതിന്റെ പരിഹരിക്കാൻ ഒരു എഫേർട്ട് ഉണ്ടാവും. അത് ഞങ്ങളുടെ ഒരു ഐഡിയോളജി, അത് ഞങ്ങളുടെ ഒരു ഫിലോസഫി. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രൊഡ്യൂസർ ഗോകുലൻ ഗോപാലിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയാണ്. ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഓർഗനൈസർ അടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് പ്രത്യക്ഷമായി തന്നെ വലിയ തരത്തിലുള്ള വിമർശനം നിങ്ങൾ ഉന്നയിച്ച ഒരു സിനിമയാണ് ഓർഗനൈസർ ഉൾപ്പെടെ. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപണം വരുന്നത് എവിടുന്ന്? ആരുടെ അടുത്തുനിന്നാ? എന്നോട് ആരും പറഞ്ഞില്ല, എന്നെ ആരും അതല്ല ഞാൻ പറഞ്ഞത്. അവരുടെ എന്തിനാണ് അവരുടെ ഇങ്ങനെ അവർ പറഞ്ഞത് എല്ലാം ഒരു ട്രൂത്താക്കി കാണുന്നത്? അവർക്ക് വേറെ പണിയില്ലാന്ന്. BJP എന്താ പറഞ്ഞത്? ഇതൊരു സിനിമയാണ്, സിനിമയായിട്ട് കാണണം, സിനിമ ചരിത്രമല്ല. ഞാൻ മോഹൻലാലിന്റെ ഭയങ്കര ഫാനാണ്. മോഹൻലാൽ ഒരു ഫ്ലോപ്പ് പടം ആയി, ഓക്കെ സോറി, ഡിസപ്പോയിന്റ് ആയി. അതല്ലാണ്ട് ഞങ്ങൾ അതിൽ ഒന്നും പറയാനുമില്ല, ഒരു പ്രോബ്ലവും ഇല്ല, ഒരു തലവേദനയില്ല. എമ്പുരാൻ നിങ്ങൾക്ക് കാണുമെങ്കിൽ കണ്ടോളൂ. DYFI അതിൽ പോയിട്ട് മാല ചാർത്തണമെങ്കിൽ ചാർത്തിക്കോട്ടെ, ഒരു പ്രോബ്ലം ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഒരു കോൺസ്പിറസിയോ ഞങ്ങൾക്ക് ചെയ്യാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. അത് അപ്പൊ അവരോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ചെയ്തത്? അവർക്ക് കോർട്ട് പോവാലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ശരി, എനിക്കറിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയോട് ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വളരെ മോശമായിട്ടാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർ പെരുമാറിയത്. എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല, അതുകൊണ്ട് അതിന് കമന്റ് ചെയ്യാൻ പോകുന്നു. നടപടികൾ BJPക്ക് അവമതിപ്പുണ്ടാക്കില്ല ജനങ്ങൾക്കിടയിൽ, ഏത് രീതിയിൽ പെരുമാറുന്നു? നോക്കൂ, എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ഗവൺമെന്റ്, ഞങ്ങളുടെ സർക്കാർ എവിടെയാണെങ്കിലും സബ്കാ സാത്ത് സബ്കാ വികാസ് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. അതില് ഒരു ഇൻസിഡന്റ് ഉണ്ടാവില്ലെന്ന് അത് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ഉണ്ടാവും. അത് പാർട്ടിയാണോ ഗവൺമെന്റ് ആണോ അല്ല. ക്രിമിനൽസ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ എവിടെ എല്ലാവർക്കും ഉണ്ടാവില്ല. അത് ഞാൻ ഈ ഇഷ്യൂവിന്റെ ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ട് അതിന്റെ കമന്റ് അല്ല, സുരേഷ് ഗോപിക്ക് പറഞ്ഞു. അടിമയോട് പെരുമാറുന്ന രീതിയിലാണ് സുരേഷ് ഗോപി പലപ്പോഴും മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ഈ BJPയുടെ മൊത്തത്തിലുള്ള സമീപനമാണോ മാധ്യമപ്രവർത്തകരെ ഇത്തരത്തിൽ അവഹേളിക്കുക എന്നുള്ളതും അവർക്കെതിരെ തട്ടിക്കയറുക എന്നുള്ളതും? അത് ഞാൻ ഇതിനെ പറ്റി എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ ഈ ഇൻപുട്ട് കൺവേ ചെയ്യാം, അത് മാത്രമല്ല എനിക്ക് പറ്റുള്ളൂ. ശരി, നമസ്കാരം. ഇംഗ്ലീഷ്. Look, this is a very serious case because I'll tell you why. First of all, there used to be a difference between the CPM and the Congress in Kerala. It used to be said that the Congress is the party that is a corrupt party and the CPM is the party that is violence and intimidation. But it seems that there is no difference. There is a family link corruption in the Congress as well as there is in the CPM. This particular case is very serious because of the following reasons. One is recently
our most respected Honorable Chief Minister said in the Assembly, after some Vigilance Commission decision, that there is no such corruption. The SFIO case and the filing for prosecution of his daughter Veena Vijayan reveals that there is a prima facie corruption case. So therefore, he lied in the Assembly. Number one. Number two, of course, this is about family and this is about political proximity. But CMRL as a company is a company that is also owned by the government of Kerala. There is a significant shareholding in CMRL by the government of Kerala. So when a company in which the government of Kerala has a stake is also paying money to a company owned by the daughter of the Chief Minister, there are serious questions of impropriety. And the third is a slightly more light-hearted point. If the fact that even the Chief Minister's daughter elects to start a company in Bengaluru and not Kerala tells you what the situation is about investing in Kerala under Pinarayi Vijayan. Thank you. ആ ഒരു കാര്യം കൂടി, ഇന്നലെ ഒറ്റ കാര്യം കൂടി. അതായത് ഇന്നലെ താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ രാജിവെക്കണം എന്നുള്ള ആവശ്യമുണ്ട്. രാജ്യത്തുണ്ടായില്ല. നിഷേധം എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു? ഇന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നാളെ റിക്വസ്റ്റ് ചെയ്യും. അതല്ല ചെയ്യേണ്ടത്. ഒരു കുറച്ചൊരു മോറൽ വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്റഗ്രിറ്റിനെ പറ്റി കുറച്ചൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ രാജിവെക്കണം. എന്നിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഈ കമ്പനിയിൽ ഗവൺമെന്റ് ഓഫ് കേരളയുടെ സ്റ്റേക്ക് ഉണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ആവുമ്പോ എങ്ങനെയാണ് അത് ഇൻവെസ്റ്റിഗേറ്റ് ആവുന്നത്? അത് ചെയ്യണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമസ്കാരം.